C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. പപ്പൻ കാർ ഒരുക്കുമായിരുന്നോ? അല്ല, ഇന്നലെ എന്തോ പ്രേതത്തെ കണ്ട് പേടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. അല്ല, നീ അതറിഞ്ഞായിരുന്നോ? പിന്നെ പപ്പ, നീ ഇന്നലെ സുധാമണിയെ കുറിച്ച് എന്നോട് പറഞ്ഞില്ലേ? അതുകൊണ്ടാ ഞാൻ രാത്രി അങ്ങോട്ട് പോയത്. എടോ, അതിന് തന്നോട് ഞാൻ രാത്രി പോവാൻ പറഞ്ഞോ? പകല് ചെന്ന ദീപൻ ചിലപ്പോ എന്റെ നേരെ കൈപൊക്കി വരും. അതുകൊണ്ടാ രാത്രി പോയത്. അപ്പതേ റോസാപ്പൂവും കൊണ്ട് അവൻ നിക്കുവാ, കരുണൻ. ഇയാൾക്ക് ഭ്രാന്താ പാപ്പ. ഇതുവരെ ഇല്ല, പക്ഷേ ഇനി വരാനുള്ള സാധ്യതയുണ്ട്. സത്യം പറയാലോ, എനിക്കിപ്പോ രാത്രിയെ പേടിയാ. അല്ല, ഇനി കരുണ മരിച്ചില്ലേ? അതും പറയാൻ പറ്റില്ല. ഈ പ്രേതമൊക്കെ വെള്ളവസ്ത്രം ധരിച്ചോണ്ടല്ലേ വരുന്നത്. ഇത് കരുണൻ സാധാരണ വേഷത്തിലാ കണ്ടത്. ഈ റോസാപ്പൂവായിട്ട് വന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. കരുണം പോയി കഴിഞ്ഞിട്ടും റോസാപ്പൂ അവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാനത് ശ്രദ്ധിച്ചില്ല. മൊത്തത്തിൽ ബഹളമായി. ദീപനൊക്കെ വന്നല്ലോ. അല്ല, എന്നിട്ട് അവരാരും കരുണനെ കണ്ടില്ലേ? ഇല്ലെന്നാ പറയുന്നേ. അതിനെപ്പറ്റി ഓർക്കുമ്പോ ദേ നോക്കിയേ, രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കുക. വിഷമിക്കണ്ട, ഇനി മിക്ക രാത്രികളിലും അത്ര കാഴ്ചകളൊക്കെ ഉണ്ടാവും. ചിലപ്പോ തന്നെയും കൊണ്ട് കരുണൻ ഒരു പോക്കങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെയൊന്നും പറയാതെ പപ്പാ. അതൊക്കെ പോട്ടെ, എന്നിട്ട് സുധാമണി എന്ത് പറഞ്ഞു? ആ സമയത്ത് സുധാമണി പറയുന്നത് കേൾക്കാൻ ആർക്കാ നേരം? പിന്നെ അവിടുന്ന് എങ്ങനെ വീട് പിടിച്ചെന്ന് പോലും എനിക്കറിയില്ല. സത്യം പറയാലോ, കണ്ണടച്ചോണ്ടാ ഞാൻ കാർ ഓടിച്ചത്. ഭാഗ്യത്തിന് വീട്ടിലെത്തുകയും ചെയ്തു. ആ, പയ്യനിറങ്ങാൻ സമയമായോ? ആ, ആയി വരുന്നേ ഉള്ളൂ. ഓ, ഇന്നിവിടെ ഒരു പെങ്കൊച്ചു വരിക. അത് കരുണന്റെ മോളെ പോലെ ആകുമോ? ഏയ്, പവിത്രയും കാർത്തൂനെ പോലൊരു മോള്. കണ്ണനൊരിക്കലും ഇനി ഉണ്ണി അവന്റെ ഭാര്യയെ ഓർത്ത് സങ്കടപ്പെടേണ്ടി വരില്ല, അത് ഉറപ്പാ. എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് മുത്തച്ഛനും കാണാമല്ലോ. എന്നാലും മഞ്ജുവേട്ടത്തി അനന്തേട്ടനും വരാത്തത് വലിയ കഷ്ടായിപ്പോയി അല്ലേ മുത്തച്ഛ? വരാത്തതാ മോളെ നല്ലത്. കല്യാണം കലക്കാൻ നടക്കുന്നവര് അങ്ങോട്ട് വരണ്ട. മഞ്ജുവും അനന്തുവും ഒക്കെ അന്യരായി കഴിഞ്ഞു. കൊച്ചുമക്കളാണെങ്കിലും സ്വഭാവം ശരിയില്ലെങ്കിൽ അവരകന്നു തന്നെ നിൽക്കണം. അവരും ആ ജീവനൊന്നും എന്റെ മോക്കൊരു ശല്യം ആവരുത്. അരുണും ദേവയൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. ഇപ്പൊ പഴയതുപോലെ ജീവന്റെ കാര്യം പറയുമ്പോ മോക്ക് ദേഷ്യമില്ലെന്ന്. അവരൊക്കെ സംശയിക്കുന്നത് പോലെ മോള് ജീവനെ വിളിക്കുകയോ കാണുകയോ ചെയ്യുന്നുണ്ടോ? ഏയ് ഇല്ല മുത്തച്ഛ. അരുണിന് കൊടുത്ത വാക്ക, അത് ഒരിക്കലും തെറ്റിക്കരുത്. അവൻ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണമെന്നാ മുത്തച്ഛന്റെ ആഗ്രഹം. മരിച്ചാലും കുഴപ്പമില്ല. ഇനിയിപ്പൊ നിങ്ങൾ ആരും കരുതുന്ന പോലെയല്ല. എന്റെ കുഞ്ഞെ മിടുക്കനാ. അവന് ഭാര്യ വീട്ടുകാരെ ഈ പറമ്പില് ഒരാശുപത്രി ഇട്ട് കൊടുക്കാമെന്ന് ഏറ്റിരിക്കുക. പിന്നെ ഈ വീട്ടുമുറ്റത്ത് അവന്റെ ഏട്ടൻ ആഗ്രഹിച്ച പോലെ തിരക്കോട് തിരക്കായിരിക്കും. പാവപ്പെട്ടവർക്കെ മരുന്നിന്റെ കാശ് മാത്രം കൊടുത്താ മതി. അപ്പൊ ഇവിടെ മരുന്ന് കട ഉണ്ടാവോ? ഒരു ആശുപത്രിയാകുമ്പോ മരുന്ന് കട വേണമല്ലോ. എന്ന് വെച്ചാ ഇട്ടുമൂടാനുള്ള സമ്പത്തുള്ള വീട്ടിലെ പെങ്കൊച്ച എന്റെ മരുമോളായിട്ട് വരുന്നത്. ആ സമ്പത്തൊന്നും കണ്ടിട്ടല്ല മാളുവിന് ഉണ്ണി കല്യാണം കഴിക്കുന്നത്. അവരുടെയൊക്കെ സ്വഭാവം നല്ലതായതുകൊണ്ടാ. അതെ അതെ, അല്ലാതെ കണ്ണം പെണ്ണെടുക്കത്തില്ലല്ലോ. പിന്നെ അവക്ക് ആസ്തിയുണ്ട് എന്ന് പറഞ്ഞതാ. കണ്ടോ, സൂര്യൻ ഉദിച്ച പോലെയാ. എല്ലാവർക്കും ദക്ഷിണ കൊടുക്കും. ആദ്യം അമ്മയ്ക്ക് കൊടുക്ക്. നന്നായി വരും. മോന്റെ എല്ലാ സങ്കടങ്ങളും മാറും. ഇനി ഏട്ടനുണ്ട്. നമ്മൾ ആഗ്രഹിച്ചത്
നഷ്ടപ്പെടുന്നതിനെ പറ്റി ഓർക്കാനേ വയ്യ. കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ടു പോയ അവസ്ഥയാ. ഇനിയിപ്പോ ശരത്തങ്ങളോട് തിരക്കണം കാര്യങ്ങള്. അങ്കിള് മാത്രമേ സത്യം പറയൂ. എന്തായാലും നമ്മുടെ വിഹിതം തരണ്ടെന്ന് അങ്കിള് പറയില്ലല്ലോ. ആ നക്കപ്പിച്ച് വാങ്ങിക്കാനാണോ നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ടത്? എല്ലാവരുടെയും ചങ്കായ അവളുടെ ചങ്ക് നിലയ്ക്കണം. ആ കാർത്തൂന്റെ. അതിന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുമെന്നറിയില്ല. കാരണം ഇപ്പൊ അവൾക്ക് ചുറ്റും ശക്തരായ ആൾക്കാരുണ്ട്. എന്തിനു പറയുന്നു, ഡോക്ടർ ജീവൻ പോലും ഇപ്പോ കാർത്തൂന് വേണ്ടി മുറവിളി കൂട്ടുക. നിന്റെ ട്രീറ്റ്മെന്റ് പോലും അയാൾ വേണമെന്ന് വെച്ചിരിക്കുന്നത് അവള് കാരണമാ. ഈ കാർത്തു കയറി ചെല്ലുന്നിടത്തൊക്കെ നമ്മളെ വെറുക്കുന്നതിന്റെ കാരണം എന്താ? അവൾക്ക് മനുഷ്യനെ സ്വാധീനിക്കാൻ അതുപോലൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. നമുക്കതില്ല. ഇപ്പൊ തോന്നുവാ കല്യാണത്തിന് പങ്കെടുക്കണമായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി അവളെ കൊല്ലണമായിരുന്നു. നീ നടക്കുന്ന കാര്യം വല്ലതും പറ. എന്ന് നടക്കുന്ന കാര്യം ഞാൻ പറയാം. ചെയ്യാൻ പറ്റുമോ? എന്റെ സ്വർണം മുഴുവൻ വിറ്റ് ആ പൈസ ഞാൻ നിങ്ങൾക്ക് തരാം. ആരെങ്കിലും വെച്ച് അവളെ ഈ കല്യാണത്തിനിടയ്ക്ക് കൊല്ലാൻ പറ്റുമോ? മോളെ, നീ തന്നെ മാളുവിനെ കൈപിടിച്ച് കയറ്റ്. അമ്മയുള്ളപ്പോ ഞാനാണോ കൈപിടിച്ച് കയറ്റേണ്ടത്? അമ്മ തന്നെ ചെയ്താ മതി. അതെ, വിളക്ക് കെടാതെ വലതുകാല വെച്ച് വീട്ടിലേക്ക് കയറണം. മോളെ വിളിച്ചോണ്ട് വലതുകാലം വെച്ച് കയറണം മോനെ. വലതുകാലം വെച്ച് കയറിക്കും മോളെ. നിങ്ങൾ സദ്യം കഴിച്ചിട്ട് പെട്ടെന്ന് പോകുന്നെന്താ? ഓ, പിന്നെ ഞങ്ങൾ എന്തിനാ ദീപ അവിടെ നിൽക്കുന്നത്? പെണ്ണിനും ചെറുക്കനൊപ്പം വീട്ടിൽ ചെന്നിട്ട് പോന്നാ പോരായിരുന്നു. കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു ദീപേട്ട, അതുകൊണ്ടാ പോന്നത്. കല്യാണ സമയത്ത് ഞാൻ രണ്ടാളെയും ശ്രദ്ധിച്ചായിരുന്നു. ആ സമയത്ത് കടന്നൽ കുത്തിയ പോലെ ആയിരുന്നു രണ്ടാളുടെ മുഖം. അതൊക്കെ ദീപന് തോന്നിയതാ. തോന്നലൊന്നല്ല, പഴയതുപോലെ അസൂയയും കുശുമ്പും വാശിയും വൈരാഗ്യവും ഒക്കെ ഉള്ളിൽ വെച്ചോണ്ട് നടന്നാലേ ജീവിതം വഴിമുട്ടുന്ന ഓർമ്മ വേണം. എല്ലാം അനുഭവിച്ച കൂട്ടത്തിലാ രണ്ടാളും. ഇനി വെറുതെ പഴയതൊന്നും ആവർത്തിക്കാൻ അവസരം ഉണ്ടാക്കരുത്. ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ദീപേട്ട. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ഇപ്പൊ അറിയാം. അതെ, അതുകൊണ്ടാ കരുണേട്ടനെ കൊന്നെന്നറിഞ്ഞിട്ട് പോലും ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത്. പ്രതികരിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? അയാൾ മരിക്കണമെന്ന് തന്നെയാ. അതുപോലെയാ എല്ലാവരും ഇട്ട് കൊല്ലാക്കൊല ചെയ്ത് മരിക്കുന്നതിന് മുമ്പ്. ഉണ്ണി അങ്ങനെ ഒരു പാപം ചെയ്തെങ്കിൽ എല്ലാവർക്കും അത്രയ്ക്ക് പരിധി വിട്ടുപോയെന്ന് വേണം കരുതാൻ. എന്തെങ്കിലും ഒരു അവസരം ഒത്തുവന്നാ അത് മുതലാക്കും. അതായിരുന്നു ഭർത്താവിന്റെയും ഭാര്യയുടെയും മോളുടെയൊക്കെ സ്വഭാവം. അതിന് കടിഞ്ഞാനിട്ടില്ലെങ്കിൽ ഇനി ഈ വണ്ടി അധികം മുന്നോട്ട് ഓടത്തില്ല. പറഞ്ഞേക്കാം ഞാൻ, കേട്ടല്ലോ. ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ മതിലകത്തോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നാ മതിയെന്ന്. ഓരോന്നിന്റെ സന്തോഷം ഒരുപാട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കണ്ടു. ഇനി കുടുംബത്തും കൂടി പോയി കാണണോ? നേരെ ഇങ്ങ് പോകുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ആ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷം ആർക്കാന്നറിയോ? ആർക്കാ? വേറെ ആർക്കാ? എന്റെ അപ്പച്ചിക്ക് തന്നെ. പിന്നെ മുത്തശ്ശനോ? വലിയ ഊഞ്ഞാല് കെട്ടണമെന്ന് കണ്ണിട്ടും പറഞ്ഞിരിക്കാം. ഇടട്ടെ,
ഊഞ്ഞാലാട്ടവും തിരുവാതിര കളിയും ഒക്കെ അന്നത്തെ ദിവസത്തെ ഗംഭീരമാക്കട്ടെ. തറവാട്ടിലുള്ളവര് മാത്രമല്ലല്ലോ, പപ്പേട്ടന്റെ വീട്ടുകാര്, ദീപന്റെ വീട്ടുകാര്, അങ്ങനെ എല്ലാവരും വരില്ലേ? പിന്നെ കടയിലെ പണിക്കാര്. മൊത്തത്തിൽ ഒരാഘോഷമായിരിക്കും. ശരിക്കും പറഞ്ഞ മറക്കാൻ പറ്റാത്തൊരോണം അല്ലേ? അതെ, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരോണം. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരോണം. ഉറക്കം വരുന്നുണ്ടല്ലേ? എന്നാ കിടക്കാം. ഇരിക്കടോ. നീ ആ ഗ്ലാസ് അവിടെ വെച്ചിട്ട് ഇവിടെ വന്നിരുന്നേ. എന്തൊരു നാണം പോലെ. നമ്മുടെ ഈ ബന്ധത്തിന് കാരണക്കാരിയായത് കാർത്തുവാണ്. അതുകൊണ്ട് കാർത്തുവിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഒരിക്കലും ഇല്ല. ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്റെ കാർത്തുവച്ചേ. നീ മാത്രമല്ല മാളു, ഞാനും. പഠിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുന്നതും കാത്തിരിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ടൊരു ദിവസം മയക്കുമരുന്നിന്റെ ലഹരിയിൽ ഞാൻ കാർത്തുവിനോട് ചെയ്തത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാ. കണ്ണട്ടൻ ജയിലിലായിരുന്ന സമയത്ത് വിജിതയും അവളുടെ അമ്മയും കൂടി കാർത്തുവിനെയും പവിത്രടുത്തിയും ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തുമ്പോ അതൊക്കെ ചിരിച്ചുകൊണ്ട് നോക്കി നിന്നിട്ടേ ഉള്ളൂ ഞാൻ. അതുകൊണ്ടാ നമുക്കൊക്കെ തിരിച്ചടി കിട്ടിയത്. ഉണ്ണിയേട്ടന്റെ ജീവിതം താറുമാറായി. ഞാൻ പൊള്ളലേറ്റ് ഹോസ്പിറ്റലിലായി. ഇവിടെ നമ്മൾ ഒന്നിക്കുമ്പോ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പെൺകുട്ടിയായിരുന്നു കാർത്തു. അതുപോലെ നിനക്ക് വേണ്ടി പറഞ്ഞു വെച്ചതായിരുന്നു നിന്റെ അരുണേട്ടനെ. അമ്മ പറയുന്നത് കേട്ടായിരുന്നു, കണ്ണേട്ടന് വലിയൊരു ഹോട്ടലിട്ട് തരണമെന്ന്. ആണോ? ഇപ്പൊ തന്നെ ഒരുപാട് സഹായം ചെയ്തു തന്നു മോളെ. ഇനി അതിന്റെ കൂടെ അതൊന്നും വേണ്ട. ആ ഇങ്ങതാ ഇതാ, ഇതേ ഭർത്താവിനെ കൊണ്ട് കൊടുക്ക. കണ്ണേട്ടനും കൂടെ ചായ എടുക്ക. അത് ഞാൻ കൊടുത്തോളാം മോളെ.
വേണ്ട, ഇതൊന്നും മാറ്റി വന്നിട്ട് ഞാൻ കൊടുത്തോളാം. ആ പതിവ് ഇവിടെ കാർത്തൂനായിരുന്നു. ഇപ്പൊ കാർത്തൂന്റെ പകരമായി കാർത്തൂന്റെ അനിയത്തി വന്നു. ഒരു പാവം കൊച്ച. കല്യാണം കഴിച്ചു വരുമ്പോ എല്ലാ പെൺകൊച്ചുങ്ങളും പാവമാ. വെളിച്ചപ്പാടാകുന്നതേ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴല്ലേ. ഇതങ്ങനെയൊന്നും മാറില്ല അമ്മേ. ഒരു സമയത്തെ ഈ കൊച്ചിന്റെ ചേച്ചിയെ പോലെ തന്നെയായിരുന്നു ഈ അനിയത്തി. അത് പിന്നെ അരുണിന് വേണ്ടി പറഞ്ഞു വെച്ചതല്ലയോ. സ്നേഹിച്ച ആളെ കിട്ടാതെ വരുമ്പോ ഏതു പെൺകുട്ടികളായാലും ഇത്രയൊക്കെ കുഴപ്പക്കാരാവും. പക്ഷേ ഇപ്പൊ മഞ്ജുവിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് മാളുവാ. അതുപോലെ കാർത്തൂന് ഇഷ്ടപ്പെടുന്നതും. കരളുപോയ കൊച്ചിനെ കരളേന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുണ്ടായാ മതിയായിരുന്നു. എന്റെ ചേർത്തെടുത്ത് ഭഗവതി. ഉണ്ണേട്ടാ, ഉണ്ണേട്ടാ, ഇത് എപ്പോഴെന്നിട്ട് പോയി? പോയിട്ട് കൊറേ സമയായി. കുളി നനയൊക്കെ കഴിഞ്ഞു. ദാ ചൂടാറുന്നതിന് മുമ്പേ ചായ കുടിക്കേ. എന്താ ഇങ്ങനെ നോക്കുന്നെ? ഇന്നലെ നല്ല മേക്കപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വേഷത്തിൽ മാളു കുറച്ചുകൂടി സുന്ദരിയാ. രാവിലെ എഴുന്നേറ്റ് സുഖിപ്പിക്കണ്ട കേട്ടോ. കണ്ണേടൻ ചായ കൊടുത്തില്ലേ? കൊടുക്കാൻ പോവാ. എന്നാ ചെല്ല്. എന്നോട് വേണം കേട്ടോ. ശരി. കണ്ണേട്ടാ, മോളാണോ ചായ ആയിട്ട് വന്നേ? ഞാൻ ചായ കൊണ്ടുവന്ന കണ്ണേട്ടൻ കുടിക്കില്ലേ? അയ്യോ, അങ്ങനൊന്നുമല്ല മോളെ. സാധാരണ ആ പവിത്രയാണ് ചായ ആയിട്ട് വരാറ് പതിവ്. ഇനി ഞാനായിരിക്കും ആ ജോലി ചെയ്യുന്നത്. നന്നായി. കാർത്തുമോളുള്ളപ്പോ മോളായിരുന്നു എനിക്ക് രാവിലെ ചായ ആയിട്ട് വരുന്നതേ. കണ്ണു തുറക്കുമ്പോ മോളെ എനിക്ക് കാണണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോ പശുക്കിടാങ്ങളുമായിട്ട് കാർത്തു ശകരം വരുമായിരുന്നു. കാർത്തുവച്ചി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനതെല്ലാം ചെയ്തോളാം. പക്ഷേ എന്റെ ശകനം നല്ലതാണോന്ന് അറിയില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും കാർത്തൂന്റെ അനിയത്തിയല്ലേ മോള്, അതുകൊണ്ട് മോശമാവില്ല. ആ പിന്നെ മോളുടെ അമ്മയും മുത്തച്ഛനെയൊക്കെ വിളിച്ചായിരുന്നോ? എല്ലാവരെയും രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു. അവരെല്ലാം നല്ല സന്തോഷത്തിലാ. ആ സന്തോഷം എന്നും നിലനിർത്തണം. ഇനിയിപ്പോ ഈ പരിസരത്തൊക്കെ എല്ലാവരും വീട് വെക്കാൻ പോവല്ലേ? ആ, അങ്ങനൊരു തീരുമാനം ഞങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. അതിന് മാറിപ്പോരുത്. മോള് തന്നെ അതിന് മുൻകൈ എടുക്കണം. ഞാനും കാർത്തുവച്ചും തീരുമാനം എടുത്തു കഴിഞ്ഞു എല്ലാവരും അടുത്തടുത്ത് താമസിക്കണമെന്ന്. പക്ഷേ അതിനിടയ്ക്കൊരു കരടുണ്ട്. ഡോക്ടർ ജീവന്റെ കാര്യം ഞാൻ പറഞ്ഞത്. കാർത്തുവച്ചിക്ക് സ്വന്തം അച്ഛനോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏയ്, അങ്ങനൊന്നും ഇല്ല മോളെ. ആദ്യമൊക്കെ അയാളുടെ പേര് കേൾക്കുമ്പോ ദേഷ്യായിരുന്നു കാർത്തുവച്ചിക്ക്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. അയാളെ പറ്റി അമ്മ മോശമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ കാർത്തുവച്ച് വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മോളുടെ അച്ഛനല്ലേ. പോകെ പോകെ അച്ഛനോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോഴോ സാറും ഭാര്യ അവിടെ ഇല്ല. അല്ല, ഈ മാളു എന്ന് പറയുന്നത് സാറിന്റെ ഭാര്യയുടെ സ്വന്തം അനിയത്തി മാത്രമല്ലല്ലോ, സാറിന്റെ അപ്പച്ചിയുടെ മകള് കൂടിയല്ലേ. അപ്പൊ പിന്നെ നിങ്ങൾ രണ്ടുപേരും അല്ലേ അവിടെ മുന്നിൽ നിൽക്കേണ്ട ആളുകള്. ഇനി അവിടെ നടക്കുന്ന ഒരു ഫംഗ്ഷനും ഞങ്ങൾ പങ്കെടുക്കില്ല. എന്റെ ബന്ധുക്കൾ പോലും ഇപ്പൊ അവളെ സ്നേഹിക്കുക. അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആർക്കും സഹിക്കാൻ പറ്റില്ല സാറേ. ഓ, ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവള് എല്ലാവരുടെ മനസ്സിലങ്ങ് ഇടിച്ചു കയറി കളഞ്ഞില്ലേ. കാശ് എത്ര വേണമെങ്കിലും തരാം.
കാർത്തൂന് അരുണിന്ന് അകറ്റാൻ തനിക്ക് പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിച്ചാ അതും വേണ്ടി പ്രയാസമാ സാറേ. പിന്നെ അതിനുവേണ്ടി ശ്രമിച്ചാൽ എനിക്ക് ചിലപ്പോ തല്ലും കിട്ടും. അത് വളരെ സൂക്ഷിച്ച് ഇടപെടാൻ പറ്റും. പിന്നെ സാറ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് ആലോചിക്കാം. അതിനു മുമ്പ് ഈ ഡോക്ടർ ജീവനും കാർത്തുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയണം. അതിനകത്ത് സാറിന്റെ അപ്പച്ചിക്കുള്ള പങ്ക് എന്താണെന്ന് നമുക്കറിയണം സാറേ. എന്തായാലും സാറിന്റെ അപ്പച്ചിക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ കൊല്ലാൻ നോക്കിയത്. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് സാറേ. നമ്മളത് കണ്ടെത്തണമെന്ന് പറഞ്ഞ അങ്ങോട്ട് തുനിഞ്ഞ് ഇറങ്ങിയ എന്തെങ്കിലുമൊക്കെ തുമ്പ് കിട്ടും. ഏതായാലും ഇത് വെച്ചോ, നമുക്കിടയ്ക്ക് കാണാം. അയ്യോ, ഇതൊക്കെ എന്തിനാ സാറേ? ഇരിക്കട്ടോ. എന്നാ സാറിന്റെ സന്തോഷം പോലെ. പൈസ വരാൻ ഒരു വഴിയില്ലാതിരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ഇനിയിപ്പോ കുറച്ചു നാൾ ഈ മണ്ടനെ വെച്ച് മുതലാക്കണം. ആഹാ, രണ്ടാളും എത്തിയല്ലോ. കേറി വാ മോളെ. ദേ കാത്തിരുന്നവര് വന്നു. ചേച്ചി വാ. അരുൺ സാർ എവിടെ? അവൻ ഇപ്പൊ പുറത്തേക്ക് പോയതേ ഉള്ളൂ മോനെ, ഉടനെ വരും. ഇത് അമ്മായിക്ക്, ഇത് കാർത്തു വെച്ചിക്ക് അരുണേട്ടനും. വന്നേ ചോദിക്കട്ടെ. മോളെ ഇതുകൂടി അങ്ങ് വെച്ചേക്ക്. വാ, മോനിരിക്കെ. അരുൺ സാർ രാവിലെ വീട്ടിൽ വന്നിരുന്നു. സാറിന് എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നി. അത് വേറൊന്നും കൊണ്ടല്ല മോനെ, ഇന്നലെ രാത്രി കണ്ണനെ തന്നെയാണോ കാർത്തു വിളിച്ചതെന്ന് അവനൊരു സംശയം. കണ്ണേട്ടനെ തന്നെ വിളിച്ചത്. കണ്ണേട്ടൻ മറന്നുപോയതാ. കാർത്തു ഒരിക്കലും സാറിനെ മറന്നൊന്നും ചെയ്യില്ല. MBBSന് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് മാറിയെന്ന് പഠിച്ചതാണല്ലോ. അപ്പൊ ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് ഞാൻ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അവിടെയൊന്നും കാർത്തുനെ പോലൊരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ മാള് പോലും ഇങ്ങനെയൊക്കെ മാറിയത് കാർത്തു കാരണോ? എല്ലാം ശരിയാ മോനെ, പക്ഷേ മോൾക്കൊരു സ്വഭാവമുണ്ട്. ശത്രുക്കളെ പോലെ സ്നേഹിക്കുന്ന സ്വഭാവം. അതാണ് ഞങ്ങളുടെ എല്ലാം പേടി. മോന് കഥകളൊക്കെ അറിയാലോ. അരുണിന്റെ അപ്പച്ചിക്ക് മാത്രമല്ല, അവന്റെ അച്ഛനും വലിയ വലിയ നഷ്ടം വരുത്തിവെച്ച ആളായി ജീവൻ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അറ്റാക്ക് വന്ന് അവന്റെ അച്ഛൻ മരിച്ചത്. അത്രയ്ക്ക് ജീവനായിരുന്നു പെങ്ങളെന്ന് വെച്ച ആങ്ങളയ്ക്ക്. സ്വന്തം അച്ഛനെ ഇല്ലാതാക്കിയവനെ ആരെങ്കിലും സ്നേഹിക്കുമോ മോനെ? ഇപ്പൊ പഴയതുപോലെ കാർത്തുവിന് മോളുടെ അച്ഛനെ കുറിച്ച് പറയുമ്പോ ദേഷ്യമൊന്നുമില്ല. അതുകൊണ്ട് മോനും കണ്ണനും എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. കാർത്തുവിന് ഇനി അവനോട് ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ പോലും അതില്ലാതാക്കണം. ഇപ്പൊ അതിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതെ, കണ്ണനെ തന്നെയാണോ വിളിക്കുന്നത്? അതെന്താ അമ്മേ അങ്ങനെ ചോദിച്ചത്? മോൾക്കറിയാലോ, അരുണിന് നല്ല സംശയമുണ്ട്. അവനെ അവന്റെ അപ്പച്ചയും വേദനിപ്പിക്കുന്ന ഒരു നീക്കവും മോളുടെ ഭാഗത്തൊന്നും ഉണ്ടാവരുത്. ഇല്ലമ്മേ. വേറൊന്നും കൊണ്ടല്ല മോളെ. ഇനി നമ്മളെ എത്ര സ്നേഹിച്ച് വളർത്തിയ അച്ഛനമ്മമാരാണെന്ന് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞാ പിന്നെ മറ്റാരേക്കാളും നമുക്ക് വലുത് നമ്മുടെ ഭർത്താക്കന്മാർ തന്നെയാ. അതുകൊണ്ട് അവരെ നോവിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തൊന്നും ഉണ്ടാവരുത്. മോളിപ്പോ മോളുടെ ദുഷ്ടനായ അച്ഛനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ അയാളെ ശപിക്കുകയും
കയ്യിലൊരു തോക്കുണ്ടെങ്കിൽ അപ്പച്ചി ചെയ്തതുപോലെ ചെയ്യൂന്ന് പറയുമായിരുന്നു. ഇപ്പഴ അത്തരം വർത്താനം ഒന്നും കേൾക്കാറില്ല. അതുകൊണ്ട് അമ്മയ്ക്കൊരു സംശയം, മോൾക്ക് മനമാറ്റം വന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെയൊന്നും ഇല്ലമ്മേ. പിന്നെ മാതാപിതാ ഗുരു എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ നിയന്ത്രിച്ചെന്നേ ഉള്ളൂ. മാതാപിതാവ് ഗുരു എന്ന് പറഞ്ഞിട്ട് മോൾക്ക് മോളുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞ ഇപ്പോഴും രക്തം തിളയ്ക്കുമല്ലോ. അത് പിന്നെ അച്ഛന്മാരെക്കാളും മക്കളോട് സ്നേഹം തോന്നേണ്ടത് അമ്മമാർക്കല്ലേ? പ്രത്യേകിച്ച് നൊന്ത് പ്രസവിച്ചൊരമ്മയ്ക്ക് മകളെ കാട്ടിലേക്കൊക്കെ വലിച്ചെറിയാൻ പറ്റുമോ? ചില ചെറുപ്പക്കാരുണ്ട്, പെൺകുട്ടികളുടെ മനസ്സും ശരീരവും കീറി മുറിക്കുന്ന ചിലര്. അത്തരക്കാരുടെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരുന്ന അമ്മമാർക്ക് അവരോടുള്ള ദേഷ്യം കാരണം ചിലപ്പോ അതൊക്കെ ചെയ്യേണ്ടി വന്നെന്ന് വരാം മോളെ. എല്ലാ ശത്രുതയും കാലപ്പഴക്കം ചെന്ന കുറഞ്ഞു കുറഞ്ഞു വരില്ലേ? ഇവിടെ മാത്രം എന്താ ഇങ്ങനെ? ഈ പറയുന്ന ഡോക്ടർ ജീവന്റെ അനിയൻ ദീപനുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമാ. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടന്നപ്പോ അയാളെ ഒരുപാട് അടുത്തറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഒരാളുടെ ഏട്ടൻ മുത്തശ്ശനും മാളുവിന്റെ അമ്മയും ഒക്കെ പറയുന്ന പോലെ തെറ്റുകൾ ചെയ്യോ? അവൻ ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാക്കിയ ആഘാതം ഇന്നും മാറിയിട്ടില്ല മോനെ. ദേവയെ തകർത്തത് പോട്ടെ, അരുണിന്റെ അച്ഛൻ മരിക്കാൻ കാരണം ഇവൻ ഒരുത്തനാ. കണ്ണേട്ടൻ മുത്തശ്ശനോട് സംസാരിക്കുമ്പോഴൊക്കെ പറയാറില്ലേ കണ്ണേട്ടന്റെ കഥകള്? എന്ത് തെറ്റ് ചെയ്തിട്ടാ കണ്ണേട്ടൻ ജയിലിൽ കിടന്നത്? അതുപോലെയല്ല ഇവന്റെ കാര്യം. ഇവൻ സ്നേഹിച്ചിട്ട് ജീവനെടുക്കുമായിരുന്നു എന്റെ മോളുടെ. മുത്തശ്ശനും മാളുവിന്റെ അമ്മയൊക്കെ വിശ്വസിക്കുന്നത് ശരിയല്ലെങ്കിലോ? ഡോക്ടർ ജീവൻ പറയുന്നതാണ് സത്യമെങ്കിലോ? അവൻ എന്താ പറയുന്നത്? ഞങ്ങളുടെ മുമ്പിൽ നിന്ന് പറയട്ടെ, പിന്നെ അവൻ ആരോടും അത്തരം കഥകൾ പറയില്ല. മോനും മോന്റെ ഏട്ടനുമൊക്കെ അവനെ ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട് പലപ്പോഴും. എന്നാ ഒരു കാരണവശാലും അത് കാർത്തവും അവനും തമ്മിലുള്ള അടുപ്പത്തിന് കാരണമാവരുത്. മോൻ വന്നായിരുന്നോ? മോൻ മാത്രമല്ല, മോളും വന്നിട്ടുണ്ട്. നിങ്ങളുടെ കല്യാണത്തിന് മഞ്ജു അനന്തൊന്നും പങ്കെടുത്തില്ല എങ്കിലും ഉണ്ണി മാളുവിനെയും കൊണ്ട് അവിടം വരെ ഒന്ന് പോയാൽ നന്നായനെ. എന്തിനാ ശരത്തെ പോണേ? ഇവരെ രണ്ടുപേരെയും കാണുമ്പോ വായിൽ വരുന്നൊക്കെ വിളിച്ചു പറയുമായിരിക്കും. എങ്കിലും പരാതി തീർക്കാനാ. മാളു നേരിട്ട് എന്ന് അവളെ കല്യാണം വിളിച്ചില്ലെന്ന് മഞ്ജു പലപ്പോഴും പരാതി പറയുന്നുണ്ട്. മാളു അങ്ങോട്ട് കയറി ചെന്നാല് അവള് മാളുവിനെ നല്ല രീതിയിൽ സ്വീകരിക്കോ? ഒരു നല്ല വർത്തമാനം പറയോ? മാളുവിന് മഞ്ജു ചേച്ചിയോട് ഇപ്പൊ തീർത്താ തീരാത്ത ദേഷ്യം അച്ഛാ. മഞ്ജു ചേച്ചിയുടെ കാര്യം പറഞ്ഞ മാളുവിന്റെ മുഖം മാറും. ഇവിടെ ഒരുപാട് സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ദേ അച്ഛനൊക്കെ വന്നു കഴിഞ്ഞാ ദേവായിട്ടൊക്കെ ഏതു നേരവും ചർച്ചയോട് ചർച്ചയാണ്. എന്തായി സംസാരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമല്ല. അനന്തവും മഞ്ജുവും ഭഗവാന്റെ കൊട്ടാരം പോലും കടലെടുത്തില്ലേ, പിന്നെ നമ്മൾ മനുഷ്യരുടെ കാര്യം പറയണോ? എല്ലാം കടലിൽ വീഴുന്നു. അതിനുള്ള അവസരം നമ്മൾ മനുഷ്യരായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്താടാ കണ്ണ, ഒരു വാർത്തയുണ്ട്. ദീപനിപ്പോൾ വിളിച്ചിരുന്നു. സുധാമണിയും വിജിതയും കാണാൻ അരുൺ സാറിന്റെ ഏട്ടനെ എടുത്തി വന്നു. അവൻ താക്കീത് ചെയ്ത രണ്ടിനെയും വിട്ടെന്ന് പറഞ്ഞു. എങ്കിലും അവിടെ അവര് ധൈര്യത്തോടെ വന്ന് എന്തിനാണെന്ന് മനസ്സിലാവാത്തത്. എങ്കിൽ പുതിയ സഖ്യം എന്തെങ്കിലും ഉണ്ടാക്കി കാണും. ഇനി ഏതായാലും കാർത്തും മാളും ഒക്കെ ഒന്ന് സൂക്ഷിക്കാൻ പറയണം. കാർത്തുവാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. നിന്റെ മാമി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എല്ലാം മൂടി വെച്ചോണ്ട് നടക്കുകയാണെന്ന് നമ്മൾ സംശയിച്ചാണല്ലോ. അതിനുള്ള സാധ്യത കൂടുതലാ. ഇനി അവരുടെ മനസ്സിലുള്ള കാര്യങ്ങള് മഞ്ജുവിനെ അനന്തുവിനെ അവരെ അറിയിച്ചോന്നും പറയാൻ പറ്റില്ല.
അത് കാർത്തു അരുണിന്റെ അപ്പച്ചിയുടെ മോളാണെന്നറിഞ്ഞ മഞ്ജു പിന്നെ ആദ്യം പോകുന്നത് ശരത് സാറിന്റെ അടുത്തോട്ടായിരിക്കും. എല്ലാം ഒന്ന് കെട്ടടങ്ങിയതാ. മാളുവിന്റെ ഉണ്ണിയുടെയും കല്യാണം കഴിഞ്ഞ ശേഷം ഓണം ആഘോഷിക്കാൻ വീട് ഒരുങ്ങുക. ആ സമയത്ത് പുതിയ തന്ത്രങ്ങളുമായിട്ടായിരിക്കും അവർ രണ്ടൂടെ വന്നിരിക്കുന്നേ. ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവർ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നും. സ്വന്തം അച്ഛനെ ഉണ്ണി കൊന്നതിന്റെ പക വിജിതയുടെ മനസ്സിലുണ്ട്. കരുണമാമയുടെ മരണത്തിന് ശേഷം പലപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്ന വിജിതയെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കണ്ണേട്ടാ. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് തിളയ്ക്കുന്നുണ്ടെന്ന് അപ്പൊ അവളെ കാണുന്ന ആർക്കും മനസ്സിലാവും. മാമിയും വിജയും കൂടി വീണ്ടും ആരെങ്കിലുമൊക്കെ കൊലയാളിയാക്കുവോ പാപ്പാ? അതാ എന്റെയും പേടി. അതും ദീപനാണെങ്കിൽ നമ്മളെ പോലെ ഒന്നുമല്ല. ദേഷ്യം വന്ന രണ്ടിനെയും വെട്ടി അറിഞ്ഞിട്ട് ജയിലിലേക്ക് പോകും. ഏതായാലും നീ അവനെ കാണുമ്പോ ഒന്ന് ഉപദേശിച്ചേക്ക്. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ടെന്ന് പറയണം. ഏതായാലും മഞ്ജു അനന്തും അവിടെ വന്നത് അത്ര നല്ലതിനല്ല. അമ്മ പറയുന്നത് ചിലപ്പോഴൊക്കെ ശരിയാ. ഓന്തിന്റെ ജന്മ എന്റെ മാമിയും അവരുടെ മോളും ഒക്കെ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇനിയൊരു നിറം മാറ്റം ഉണ്ടായ അത് അപകടമാത്രേ. അവിടുത്തെ അത്രയൊന്നും ആഹാരം നന്നാവില്ല കേട്ടുമോനെ. അവിടുന്ന് കാർത്തു പറഞ്ഞതാ കുറച്ച് കറികളൊക്കെ തന്നുവിടാന്ന്. ഞങ്ങള് വേണ്ടെന്ന് പറഞ്ഞു. ഇതിനു മുൻപ് അവിടെ പോയിട്ട് വരുമ്പോഴൊക്കെ ഞാൻ കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ കറികൾ വാങ്ങിച്ചോണ്ട് വരുമായിരുന്നു. അല്ല, ആ ഹോട്ടലൊക്കെ ഒന്ന് വിപുലപ്പെടുത്തണ്ടേ? ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറിയാ നന്നായിരിക്കുമല്ലോ. ഇപ്പൊ അവിടെ പശുക്കളും മറ്റുമായിട്ട് ഒരുപാട് ജോലിയുണ്ടല്ലോ. അതിന്റെ കൂടെ വലിയൊരു ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോവാൻ പാടാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് പവിത്രയുടെ ജോലി ചെയ്യുന്നത് കണ്ടിട്ട്. എന്തൊരു സ്പീഡാണെന്നറിയോ. രാവിലെ വീട്ടിലേക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ കടയിലേക്ക് പോകുന്നത്. അതും അവിടേക്ക് വേണ്ട പലഹാരങ്ങളും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ജോലി ചെയ്യുന്നതായിട്ട് പോലും നമ്മൾ അറിയില്ല. അതങ്ങനെ മോളെ, ചില അമ്മമാര് ജോലി ചെയ്യുമ്പോ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ടോ? അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴല്ലേ അതിന്റെ പാടറിയൂ. ഇനി സ്വന്തമായിട്ട് മോളും ചെയ്തു കൊടുക്കണം. തറവാട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം. ഏട്ടത്തി ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കാർത്തു അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാ ഉച്ചയ്ക്കുള്ള ചോറും കറിയും വരെ പെട്ടെന്നുണ്ടാക്കിയിട്ട് ഒരു പോക്കാണെന്ന്, അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞു. എന്നാ ഏട്ടത്തി അങ്ങനെ കാര്യമായിട്ട് കൂടെ പോവാൻ വിളിക്കത്തുമില്ല. അമ്മായി അങ്ങനെ പോകാറില്ലല്ലോ അമ്മേ. എന്നാലും നിർബന്ധിച്ചാലൊക്കെ പോകും. അതുകൊണ്ടാ അരുൺ സംശയിക്കുന്നത് കാർത്തു പോകുന്നത് അമ്പലത്തിലേക്കാണോ അതോ ജീവനെ കാണാനാണോന്ന്. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ആ പേരൊന്ന് നിർത്തണേ. കേട്ടോ ഉണ്ണി, ഇയാളുടെ കൂട്ടുകാരിയെ അയാൾ വഞ്ചിച്ചു. പക്ഷേ ഇയാളുടെ ഓരോരോ സംസാരവും പ്രവൃത്തിയും കണ്ടാല് ആ കൂട്ടുകാരി ഇയാളാണെന്ന് തോന്നും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.